അടുത്ത ക്ലാസ് ആണ്. സോൾട്ട് ലോ വരെ പറഞ്ഞു നിർത്തിയ ക്ലാസ് ആണ്, ഓർമ്മയുണ്ടോ കഴിഞ്ഞാല് അല്ലെ? സോൾട്ട് ലോ ഒക്കെ പറഞ്ഞു നിർത്തി. അപ്പൊ അതിന് മുമ്പുള്ള കുറച്ച് കാര്യങ്ങൾ ഓർത്തോളണം. എല്ലാം കണക്റ്റഡ് ഈവന്റ്സ് ആണ്. അപ്പം കണക്ട് ചെയ്ത് തന്നെ ഇതിനെയൊക്കെ പഠിച്ചാൽ മതി അല്ലെ? നമ്മള് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് തൊട്ട് ഇങ്ങ് വരെയുള്ള ഇവന്റ്സ് എല്ലാം ഏതാണ്ട് കണക്ട് ചെയ്ത് കിടക്കണം. നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് തുടങ്ങുന്നു, ഗാന്ധിജിയെ സസ്പെൻഡ് ചെയ്യുന്നു 1922. എന്തുകൊണ്ട്? ആ ചൗരി ചൗര എന്ന ഇൻസിഡന്റ് കൊണ്ട് ഗാന്ധിജി നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് സസ്പെൻഡ് ചെയ്യുന്നു. അതിനെ തുടർന്ന് സ്വരാജ് പാർട്ടി അല്ലെ? പിന്നീട് സൈമൺ കമ്മീഷന്റെ വരവ്. സൈമൺ കമ്മീഷന്റെ ഫെയിലിയറോടുകൂടി ലാഹോർ സെഷൻ എന്ന് പറയുന്ന ഒരു കോൺഗ്രസിന്റെ സെഷൻ കണ്ടക്ട് ചെയ്യപ്പെടുന്നു. ആ കോൺഗ്രസ് സെഷനകത്ത് പൂർണ്ണ സ്വരാജ് എന്ന് പറയുന്ന ഒരു ഐഡിയ കോൺഗ്രസ് ആദ്യമായിട്ട് മുന്നോട്ട് വെക്കുന്നു. അതോടുകൂടി എന്ത് പറ്റി? ആ ഐഡിയ നടപ്പിലാക്കി എടുക്കാൻ അല്ലെ? പൂർണ്ണ സ്വരാജ് മീൻസ് കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ്. അപ്പൊ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് നേടിയെടുക്കാൻ വേണ്ടി എന്ത് ചെയ്തു? കോൺഗ്രസ് തന്നെ രണ്ടാമത്തെ മാസ് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അല്ലെ? രണ്ടാമത്തെ മാസ് മൂവ്മെന്റ് ആണ് ഇത് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ്. ആൻഡ് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് വാസ് ലോഞ്ച്ഡ് ഇൻ ദ ലീഡർഷിപ്പ് ഓഫ് ഗാന്ധിജി അല്ലെ? ഗാന്ധിജിയുടെ ലീഡർഷിപ്പ് തന്നെയാണ് തുടങ്ങുന്നത്. ഇനി അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ഒരു ലോ ബ്രേക്ക് ചെയ്തുകൊണ്ട് തന്നെയാണ് അതിനെ ഇനോഗ്രേറ്റ് ചെയ്യുന്നത്. അതാണ് സോൾട്ട് ലോ അല്ലെ? അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന വോളണ്ടിയേഴ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് ഏതാണ്ട് 78ഓളം വോളണ്ടിയേഴ്സ് ഉണ്ടായിരുന്നു. അവർ കവർ ചെയ്തത് 240 മൈൽസ് ആണ്. ഓക്കെ, 240 മൈൽ. അതായത് സബർമതി ആശ്രമം മുതൽ ദണ്ഡി എന്ന് പറയുന്ന സീഷോർ വരെ ഉണ്ടായിരുന്ന ഡിസ്റ്റൻസ് ആണ് 240 മൈൽസ്. ഓക്കെ, ആ 240 മൈൽസ് കവർ ചെയ്തതെന്ന് പറയുന്നത് 24 ഡേയ്സ് എടുത്തിട്ടാണ്. 24 ദിവസം എടുത്തു. ഓക്കെ, 24 ദിവസം. ഓരോ ദിവസവും 10 മൈൽ വെച്ചാണ് കവർ ചെയ്തത്. ഈച്ച് ഡേ 10 മൈൽസ് ഇൻറ്റു 24 അല്ലെ? അങ്ങനെ 240 മൈൽസ് കവർ ചെയ്യപ്പെട്ടു. എന്തായാലും ശരി, ഗാന്ധിജി ഇങ്ങനെ സോൾട്ട് ലോ ബ്രേക്ക് ചെയ്തതോടുകൂടി ഇന്ത്യയുടെ ഏതാണ്ട് എല്ലാ ഭാഗത്തും പാരലായിട്ട് എന്ത് ചെയ്തു? സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് തുടങ്ങി. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും സോൾട്ട് ലോ ബ്രേക്ക് ചെയ്യപ്പെട്ടു. അപ്പൊ അതിനകത്ത് നമ്മൾ ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്, പക്ഷെ നിങ്ങൾക്ക് എടുത്തു പഠിക്കാനുള്ള ഒരൊറ്റ ലീഡറേ ഉള്ളൂ. ഗാന്ധിജിയുടെ ഈ ഐഡിയോളജിയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് പേഷ്വാർ എന്ന് പറയുന്ന പ്ലേസിൽ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് കണ്ടിന്യൂ ചെയ്ത ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയ ലീഡർ ഉണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് ഗാഫർ ഖാൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്തോളണം. ഗാഫർ ഖാൻ. ഓക്കെ, പേഷ്വാർ അവിടെ ലൊക്കേഷൻ കൂടിയാണ് അല്ലെ? ലൊക്കേഷൻ കൂടിയാണെന്ന് പറയാൻ കാരണം മാപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, പേഷ്വാർ എന്ന് പറയുന്ന പ്ലേസിൽ അല്ലെ? അത് നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രോവിൻസ് എന്നാണ് പറയുന്നത്. ബോർഡറിംഗ് ഏരിയാസ് ആണ് നമ്മുടെ. ഓക്കെ, അപ്പൊ ആ ഒരു ഏരിയയിൽ ഈ പറഞ്ഞതുപോലെ എന്ത് ചെയ്തു? ഗാന്ധിജി സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് തുടങ്ങിയപ്പോൾ പാരലായിട്ട് പേഷ്വാർ എന്ന് പറയുന്ന ഏരിയയിൽ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് കണ്ടിന്യൂ ചെയ്ത വ്യക്തിയാണ് ആര്? ഗാഫർ ഖാൻ. ഓക്കെ, അദ്ദേഹത്തിന് അറിയപ്പെടുന്ന ഒരു പേരുണ്ട്, ഫ്രോണ്ടിയർ ഗാന്ധി. ഓക്കെ, ഫ്രോണ്ടിയർ എന്ന് പറഞ്ഞാൽ അറിയാലോ, ബോർഡർ എന്നാണ് അല്ലെ? അപ്പൊ ബോർഡർ ഏരിയാസിൽ ഗാന്ധിജിയുടെ ഐഡിയോളജീസ് ഉൾക്കൊണ്ടുകൊണ്ട് ഗാന്ധിയൻ മൂവ്മെന്റ്സ് നടത്തിയത് കൊണ്ട് അദ്ദേഹത്തിന് അറിയപ്പെടുന്നതാണ് എന്ത്? ഫ്രോണ്ടിയർ ഗാന്ധി. സോ ഹു ഈസ് നോൺ ആസ് എ ഫ്രോണ്ടിയർ ഗാന്ധി എന്ന് വെച്ചാൽ ഗാഫർ ഖാൻ. ഗാഫർ ഖാൻ എവിടെയാണ് മൂവ്മെന്റ് കണ്ടിന്യൂ ചെയ്തതെന്ന് ചോദിച്ചാൽ പേഷ്വാർ. ഓക്കെ, അപ്പൊ അത്രയും ഈ പറയുന്ന സോൾട്ട് ലോ ആണ്. സോൾട്ട് ലോ എന്ന് പറയുന്ന സംഭവം അല്ലെ? അത് ബ്രേക്ക് ചെയ്യപ്പെട്ടു. അപ്പോ ഒരൊറ്റ ലോ അല്ല അതിൽ ബ്രേക്ക് ചെയ്യപ്പെടുന്നത്. അതായത് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് എന്ന് പറയുമ്പോഴേ അറിയാം അല്ലെ? ടു ഡിസൊബേ എവറിത്തിങ് എന്നല്ലേ? എല്ലാം ഡിസൊബേ ചെയ്യുക. ബ്രിട്ടീഷുകാർ എന്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ അതെല്ലാം ഡിസൊബേ ചെയ്യുക എന്നുള്ളതാണ് അല്ലെ? അപ്പോ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റിന്റെ കീഴിൽ ബ്രേക്ക് ചെയ്യപ്പെട്ട ലോസ് ഒന്നാമത്തെ നമുക്കറിയാം ഏതാണ്? സോൾട്ട് ലോ എന്ന് ആദ്യം ബ്രേക്ക് ചെയ്തു അല്ലെ? സോൾട്ട് ലോ. ഇനി സോൾട്ട് ലോ മാത്രമല്ല, എന്തൊക്കെ നിയമങ്ങളുണ്ടോ അതെല്ലാം ബ്രേക്ക് ചെയ്യപ്പെട്ടു. ഓക്കെ, അടുത്തതായിട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടത് നേരത്തെ നമ്മൾ ഒരെണ്ണം പഠിച്ചായിരുന്നു, ഫോറസ്റ്റ് ലോ പഠിച്ചില്ലായിരുന്നോ? അതും ബ്രേക്ക് ചെയ്തു. ഓക്കെ, അതായത് എന്ത് ചെയ്തു? ട്രൈബൽസ് ഒക്കെ ഫോറസ്റ്റിനകത്തേക്ക് എൻട്രി ചെയ്യാൻ തുടങ്ങി. ചോദ്യം പറച്ചിലൊന്നുമില്ല. ഓക്കെ, ഇനി അതുപോലെ തന്നെ ടാക്സ് അടയ്ക്കുക എന്നൊരു സംഭവം നിലവിലുണ്ട് അല്ലെ? ആൾക്കാർ എന്ത് ചെയ്യാൻ തുടങ്ങി? ടാക്സ് അടയ്ക്കാതായി. ഓക്കെ, ബ്രിട്ടീഷുകാർക്ക് പേ ചെയ്യേണ്ട ടാക്സോ റെന്റോ ഒന്നും പേ ചെയ്യാതായി. ഓക്കെ, അപ്പൊ നോൺ പേയ്മെന്റ് ഓഫ് ടാക്സ് ആൻഡ് റവന്യൂ. ഇനി ഈ വില്ലേജേഴ്സ് ഒക്കെ അടച്ചുകൊണ്ടിരുന്ന ഒരു ടാക്സ് ഉണ്ട്, അത് എടുത്തു പറഞ്ഞാൽ ചൗക്കിദാരി എന്നാണ് ടാക്സിന്റെ പേര്. എസ്പെഷ്യലി ഈ ടാക്സ് ആൾക്കാർ ഒട്ടും അടയ്ക്കാതായി. ഓക്കെ, ചൗക്കിദാരി ടാക്സ്. അതും എന്ത് ചെയ്തില്ല? പേ ചെയ്തില്ല. അപ്പൊ സോൾട്ട് ലോ ബ്രേക്ക് ചെയ്തു, ഫോറസ്റ്റ് ലോ ബ്രേക്ക് ചെയ്തു, ടാക്സും റവന്യൂ അടച്ചില്ല, ചൗക്കിദാരി ടാക്സസ് അടച്ചില്ല. ഇങ്ങനെയുള്ള കുറെ ഫീച്ചേഴ്സ് ആണ് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ്. ഇനി സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റിൽ ഇത്രയും ലോസ് ബ്രേക്ക് ചെയ്യപ്പെട്ടു. അതോടൊപ്പം തന്നെ
നമ്മൾ നോൺ കോപ്പറേഷനിൽ കണ്ട അതേ സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു, എസ്പെഷ്യലി ബോയ്കോട്ട് മൂവ്മെന്റ്. ഓക്കെ, എന്താണ് ബോയ്കോട്ട് ചെയ്തത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ അതുകൂടെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യണം. ബോയ്കോട്ട് മൂവ്മെന്റിൽ നോൺ കോപ്പറേഷനിൽ എന്തൊക്കെ ബോയ്കോട്ട് ചെയ്തോ അതേ കാര്യങ്ങൾ തന്നെ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റിന്റെ കാലഘട്ടത്തിലും ബോയ്കോട്ട് ചെയ്യപ്പെട്ടു. ഓക്കെ, അങ്ങനെ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് എന്ത് ചെയ്തു, വളരെ സ്ട്രോങ് ആയിട്ട് അല്ലെ 1930-ലാണ് മൂവ്മെന്റ് തുടങ്ങുന്നത്. 1930 സോൾട്ട് ലോ ബ്രേക്ക് ചെയ്യുന്നതോടെ 1930-ൽ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം വീണ്ടും പഴയതുപോലെ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് കാലഘട്ടത്തിൽ സംഭവിച്ചതുപോലെ തന്നെ എന്ത് ചെയ്തു, കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്യാണ്. എല്ലാ കമ്മ്യൂണിറ്റീസും എന്ത് ചെയ്തു, ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, നല്ലൊരു പാർട്ടിസിപ്പേഷൻ കിട്ടി. അതിനകത്ത് ആൾക്കാര് റിലീജിയനോ കാര്യങ്ങളോ ഒന്നും നോക്കാതെ, കമ്മ്യൂണിറ്റീസും നോക്കാതെ അല്ലെ, വർക്കേഴ്സും പെസൻസും ബിസിനസ് ഗ്രൂപ്പുകളും ഒക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഒരു ഹെവി പാർട്ടിസിപ്പേഷൻ സപ്പോർട്ടും കിട്ടി. മൂവ്മെന്റ് വീണ്ടും എന്ത് ചെയ്തു, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് പോലെ തന്നെ സ്ട്രോങ് ആയ ഒരു മൂവ്മെന്റ് ആയിട്ട് വളർന്നു വരാൻ തുടങ്ങി. ഓക്കെ, അപ്പോ ഇതോടുകൂടി ബ്രിട്ടീഷേഴ്സിന് വീണ്ടും പേടിയായി തുടങ്ങി. കാരണം ഈ പറഞ്ഞതുപോലെ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു സ്ട്രോങ് മൂവ്മെന്റ് അവർ കണ്ടതാണ് അല്ലെ. അപ്പൊ അതുപോലെ തന്നെ വീണ്ടും ഇന്ത്യയിൽ ഇത്രയും ഹെവി സപ്പോർട്ടോടുകൂടി എന്ത് ചെയ്യാണ്, അടുത്തൊരു മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് വരികയാണ്. അപ്പൊ ബ്രിട്ടീഷേഴ്സിന് പതുക്കെ പതുക്കെ അവർക്ക് എന്ത് ചെയ്തു തുടങ്ങി, ദേ സ്റ്റാർട്ടഡ് ടു ഫിയർ ദ മൂവ്മെന്റ്. അവർക്ക് ഈ പറയുന്ന മൂവ്മെന്റിനെ പേടിയായി തുടങ്ങി. ഓക്കെ, ഇനി ആ കാലഘട്ടത്തിൽ ആ സമയത്ത് ഇവിടത്തെ അല്ലെങ്കിൽ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് വൈസ്രോയുടെ പേരാണ് ലോർഡ് ഇർവിൻ. ഓക്കെ, ലോർഡ് ഇർവിൻ വാസ് ദ ബ്രിട്ടീഷ് വൈസ്രോയ് വെൻ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് വാസ് കണ്ടിന്യൂയിങ് ഇൻ ഇന്ത്യ. അപ്പം ലോർഡ് ഇർവിൻ ആണ് ആ സമയത്ത് ഇവിടുത്തെ വൈസ്രോയ്. ഇനി ഒരു കാര്യം കൂടെ, ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ കൂടെ അറിഞ്ഞിരിക്കേണ്ടത്, ഈ ഗാന്ധിജി സോൾട്ട് ലോ ബ്രേക്ക് ചെയ്യുന്നതിന് മുമ്പ് ലോർഡ് ഇർവിന് ആക്ച്വലി ഒരു ലെറ്റർ അയച്ചിരുന്നു. അതായത് ഇന്ത്യൻസ് ഇങ്ങനെ ഒരു വലിയ മൂവ്മെന്റ് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോ ഇന്ത്യൻസിന് കുറെ ഡിമാൻഡ്സ് ഉണ്ട്. ഈ ഡിമാൻഡ്സ് ഒക്കെ അംഗീകരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യത്തില്ല, ഈ പറഞ്ഞൊരു മൂവ്മെന്റ് ലോഞ്ച് ചെയ്യത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗാന്ധിജി ഒരു ലെറ്റർ ഇർവിന് അയച്ചിരുന്നു. അതായത് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ്. ഓക്കെ, ആ ലെറ്ററിനെ അറിയപ്പെടുന്നതാണ് 11 പോയിന്റ്സ്. ഓക്കെ, 11 പോയിന്റ്സ് എന്ന് പറയാൻ കാരണം ഗാന്ധിജി അയച്ച ആ ലെറ്ററിനകത്ത് 11 ഡിമാൻഡുകൾ ഗാന്ധിജി എഴുതിയിരുന്നു. അതായത് ഇന്ത്യൻസിന്റെ 11 ഡിമാൻഡുകൾ ഗാന്ധിജി എഴുതി എന്ത് ചെയ്തു, ഒരു ലെറ്റർ ആക്കി ഇർവിന് അയച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ പറഞ്ഞ ഡിമാൻഡ്സ് ഒക്കെ അംഗീകരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്തില്ല, ഒരു വലിയ മാസ് മൂവ്മെന്റ് ഒഴിവാക്കാം. പക്ഷേ ഇർവിൻ എന്ത് ചെയ്തു, അതിനകത്തൊരു ഒറ്റ ഡിമാൻഡ് പോലും അംഗീകരിച്ചില്ല. മനസ്സിലായോ? അപ്പം അതിനകത്തുണ്ടായിരുന്ന ഡിമാൻഡുകൾ എന്തൊക്കെയായിരിക്കും നിങ്ങൾക്ക് ഊഹിക്കാം അല്ലെ. സോൾട്ട് ലോ കുറയ്ക്കുക, സോൾട്ട് ലോയിൽ പറയുന്ന ഈ സോൾട്ട് ടാക്സ് ഇല്ലേ, സോൾട്ട് ടാക്സ് ഒക്കെ റെഡ്യൂസ് ചെയ്യുക, ഫാർമേഴ്സിന്റെ പെസൻസിന്റെ ടാക്സ് ഒക്കെ റെഡ്യൂസ് ചെയ്യുക, അതുപോലെ അനാവശ്യമായിട്ട് അറസ്റ്റ് ചെയ്തിട്ടുള്ള പ്രിസണേഴ്സിനെ ഒക്കെ വിട്ടയക്കുക. ഇതൊക്കെയായിരുന്നു ഗാന്ധിജിയുടെ ആ 11 പോയിന്റ്സ് എന്ന് പറയുന്നത്. അത് 11 പോയിന്റും എടുത്ത് പഠിക്കേണ്ട, നിങ്ങൾ എക്സാമ്പിൾ ആയിട്ട് 2-3 പോയിന്റ്സ് മാത്രം അറിഞ്ഞതാണ്. ഇപ്പം 11 പോയിന്റ്സ് ആർക്ക് അയച്ചു എന്നുള്ളതാണ് ആദ്യം അറിയേണ്ടത് അല്ലെ. 11 പോയിന്റ്സ് എന്ന് പറയുന്നത് ഗാന്ധിജി ഇർവിൻ അയച്ചതാണ്. എപ്പോഴാണ് അയക്കുന്നത്, സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് ലോഞ്ച് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് അല്ലെ. 11 ഡിമാൻഡ്സ് ആയിരുന്നു അതിനകത്തുണ്ടായിരുന്നത്. 11 ഡിമാൻഡുകൾ അടങ്ങുന്ന ഒരു ലെറ്റർ ഗാന്ധിജി ഇർവിന് അയച്ചു കൊടുത്തു. ഓക്കെ, ഇന്ത്യൻസിന്റെ ഡിമാൻഡ്സ് ആണ്. അതിൽ എക്സാമ്പിൾ ആയിട്ട് പറയാവുന്ന ഡിമാൻഡുകൾ എന്തൊക്കെയാണ്, സോൾട്ട് ലോ അല്ലെ പ്രകാരമുള്ള സോൾട്ടിന്റെ ടാക്സ് കുറയ്ക്കുക, അതുപോലെ ഫാർമേഴ്സിന്റെ പെസൻസിന്റെ ഒക്കെ പുറത്തുള്ള ടാക്സേഷൻ കുറയ്ക്കുക, അതുപോലെ അനാവശ്യമായി അറസ്റ്റ് ചെയ്ത് ജയിലിൽ ചെയ്യുന്ന പൊളിറ്റിക്കൽ പ്രിസണേഴ്സിനെ എന്ത് ചെയ്യുക, റിലീസ് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള ഡിമാൻഡുകളാണ്. പക്ഷേ അന്ന് ഇർവിൻ ഇതൊന്നും ആക്സെപ്റ്റ് ചെയ്തില്ല. ആ ലെറ്റർ കണ്ട ഭാവം പോലും എന്ത് ചെയ്തില്ല, ഇർവിൻ നടിച്ചില്ല. പക്ഷേ എന്ത് പറ്റി, അതുകൊണ്ട് തന്നെ ഗാന്ധിജി മൂവ്മെന്റ് ലോഞ്ച് ചെയ്തു. മൂവ്മെന്റ് ലോഞ്ച് ചെയ്യപ്പെട്ടു, മൂവ്മെന്റിന് ഹെവി സപ്പോർട്ടും കിട്ടി അല്ലെ. ഇപ്പൊ ലോർഡ് ഇർവിന് കാര്യങ്ങൾ മനസ്സിലായി. 1930-ൽ അങ്ങനെ ഒരു മൂവ്മെന്റ് തുടങ്ങിയപ്പോ ഇർവിൻ പേടിക്കാൻ തുടങ്ങി. അങ്ങനെ എങ്ങനെയെങ്കിലും ഈ മൂവ്മെന്റ് നിർത്തിക്കണം അല്ലെ, എങ്ങനെയെങ്കിലും അതിനെ സ്റ്റോപ്പ് ചെയ്യണം എന്ന ഉദ്ദേശത്തിൽ ഇർവിനും ബ്രിട്ടീഷേഴ്സും ഒക്കെ ചേർന്നിട്ട് ഒരു കോൺഫറൻസ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. അതാണ് റൗണ്ട് ടേബിൾ കോൺഫറൻസ്. റൗണ്ട് ടേബിൾ കോൺഫറൻസ്. ഓക്കെ, റൗണ്ട് ടേബിൾ കോൺഫറൻസ് എന്ന് പറയുന്നത് സംഘടിപ്പിക്കപ്പെടുന്നത് ബ്രിട്ടനിലാണ്. ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്ത് ചെയ്യുക, ഇപ്പൊ ഇന്ത്യയിൽ നടക്കുന്ന ഈ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് എന്ത് ചെയ്യുക, ഏത് വിധേനയും തടുക്കുക. അതായത് ഇന്ത്യൻസുമായിട്ടൊരു സമാധാന ചർച്ചയാണ് ഉദ്ദേശിക്കുന്നത്. എസ്പെഷ്യലി ഇന്ത്യൻസ് ഉദ്ദേശിക്കുമ്പോൾ ആരാണ്, ഗാന്ധിജിയും
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അല്ലെ കോൺഗ്രസിന്റെ ലീഡേഴ്സും ഗാന്ധിജിയും എങ്ങനെയെങ്കിലും റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ പങ്കെടുത്ത് ഇവരുമായിട്ടൊരു ചർച്ച നടത്തി എന്ത് ചെയ്യുക, പീസ്ഫുൾ ആയിട്ട് കാര്യങ്ങൾ സെറ്റിൽ ചെയ്യണം. പക്ഷെ ഗാന്ധിജി ആദ്യമേ ഇതിന് ശ്രമിച്ചതല്ലേ, അന്ന് ഇർവിൻ ഇതിനകത്ത് ഒരു താല്പര്യം കാണിച്ചില്ല അല്ലെ. ഇപ്പൊ മൂവ്മെന്റ് ലോഞ്ച് ആയി, മൂവ്മെന്റ് സ്ട്രോങ് ആയപ്പോഴാണ് അവർക്ക് പേടി തുടങ്ങിയത്. അങ്ങനെ എന്ത് ചെയ്തു, ഇവർ റൗണ്ട് ടേബിൾ കോൺഫറൻസ് പറയുന്ന ഒരു സംഭവം എന്തായാലും ശരി സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് ആക്കുന്ന 1930-ലാണ്. ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് ഇർവിൻ കണ്ടക്ട് ചെയ്തു. പക്ഷേ ഈ ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസിനകത്ത് ഗാന്ധിജിയും പങ്കെടുത്തില്ല, അതുപോലെ കോൺഗ്രസിന്റെ ലീഡേഴ്സും പങ്കെടുത്തില്ല. എന്ന് പറഞ്ഞാൽ അതിനകത്ത് പങ്കെടുത്ത 1-2 പേരുണ്ട്, അതില് ഈ അംബേദ്കർ ഒക്കെ പങ്കെടുത്തിരുന്നു. ഓക്കെ, പക്ഷേ ഇവരുടെ ആവശ്യം ആരെ കൊണ്ട് പങ്കെടുപ്പിക്കുക എന്നുള്ളതാണ്. ഗാന്ധിജി പങ്കെടുത്താലേ കാര്യമുള്ളൂ അല്ലെ. ഗാന്ധിജി പങ്കെടുത്താൽ മാത്രമേ അദ്ദേഹത്തിനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റൂ, സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് പിൻവലിപ്പിക്കാൻ പറ്റൂ. അപ്പോ ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ ഗാന്ധിജി പങ്കെടുക്കാതിരുന്നത് കൊണ്ട് തന്നെ അവരുടെ ഒരു ഉദ്ദേശവും നടന്നില്ല. ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് 1930-ൽ നടന്നത് ഒരു ഫെയിലിയർ ആയിട്ട് മാറി. ഓക്കെ, അങ്ങനെ സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് അവർ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. പക്ഷേ സെക്കൻഡ് സംഘടിപ്പിക്കണമെങ്കിൽ ഗാന്ധിജി വന്നില്ലെങ്കിൽ വീണ്ടും അത് ഫെയിലിയർ ആവും. ആ മൂവ്മെന്റ് ആണെങ്കിൽ സ്ട്രോങ് അല്ലെ, സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് വീണ്ടും വീണ്ടും സ്ട്രോങ് ആയി സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ എങ്ങനെയും ഏത് വിധേനയും സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് സംഘടിപ്പിക്കപ്പെടുമ്പോൾ ഗാന്ധിജി എന്ത് ചെയ്യണം, അതിനകത്തേക്ക് എത്തിക്കണം അല്ലെ. ഗാന്ധിജി വന്നാലേ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് കാര്യത്തിൽ തീരുമാനം ആവത്തുള്ളൂ. അപ്പൊ എങ്ങനെയും ഗാന്ധിജിയെ സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ പങ്കെടുപ്പിക്കണം. അതുകൊണ്ട് തന്നെ 1931-ൽ ആദ്യം ലോർഡ് ഇർവിൻ ഗാന്ധിജിയുമായിട്ട് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കി. അതിനറിയപ്പെടുന്നതാണ് ഗാന്ധി ഇർവിൻ പാക്ട്. ഓക്കെ, ഗാന്ധി ഇർവിൻ പാക്ട്. പാക്ട് എന്ന് പറഞ്ഞാൽ എഗ്രിമെന്റ് എന്നാണ് അർത്ഥം. പാക്ട് മീൻസ് എഗ്രിമെന്റ്. അപ്പോ 1930-ൽ ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് സംഘടിപ്പിച്ചു അല്ലെ. ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് ബ്രിട്ടീഷുകാർ ഇർവിനൊക്കെ ചേർന്ന് സംഘടിപ്പിച്ചതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്തായിരുന്നു, സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് ഏത് വിധേനയും പിൻവലിപ്പിക്കുക. പക്ഷേ എന്ത് ചെയ്തില്ല, ഗാന്ധിജിയോ കോൺഗ്രസ് ലീഡേഴ്സോ പങ്കെടുക്കാത്തത് കൊണ്ട് തന്നെ അത് ഫെയിലിയർ ആയി. അങ്ങനെ സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസിനെ കുറിച്ച് അവർ ചിന്തിച്ചു തുടങ്ങി. പക്ഷേ ഗാന്ധിജി വന്നില്ലെങ്കിൽ അത് ഫെയിലിയർ ആവില്ലേ, അങ്ങനെ ഫെയിലിയർ ആവാൻ പാടില്ല. അതുകൊണ്ട് ഗാന്ധിജിയുടെ പാർട്ടിസിപ്പേഷൻ സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ആണ് ഈ പറഞ്ഞ ഗാന്ധി ഇർവിൻ പാക്ട് എന്ന് പറയുന്ന ഒരു എഗ്രിമെന്റ് ഇർവിനും ഗാന്ധിജിയും തമ്മിൽ ഉണ്ടാക്കാൻ തീരുമാനമായത്. അങ്ങനെ എന്ത് ചെയ്തു, ഇർവിൻ ഗാന്ധിജിയെ വിളിച്ചു, സംസാരിച്ചു, രണ്ടുപേരും തമ്മിൽ ഒരു എഗ്രിമെന്റിലേക്ക് എത്തി. അപ്പൊ ആ എഗ്രിമെന്റ് പ്രകാരം ഗാന്ധിജി പറഞ്ഞു സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ ഗാന്ധിജി പങ്കെടുക്കാൻ തയ്യാറാണ്. പക്ഷേ ഇന്ത്യൻസിന് ഒരുപാട് ഡിമാൻഡ്സ് ഉണ്ട്. ഓക്കെ, നേരത്തെ ഇർവിന് തന്നെ കുറെ ഡിമാൻഡ്സ് ഗാന്ധിജി അയച്ചു കൊടുത്തില്ലേ, ഇങ്ങനെയുള്ള കുറെ ഡിമാൻഡ്സ് ഉണ്ട്. പക്ഷെ അപ്പൊ സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ ഗാന്ധിജി പങ്കെടുക്കുമ്പോൾ ഈ ഡിമാൻഡുകളെല്ലാം ആരംഗീകരിക്കണം, ബ്രിട്ടീഷുകാർ അംഗീകരിക്കണം എന്ന് പറഞ്ഞു. ഇർവിൻ എന്ത് ചെയ്തു, ഓക്കെ പറഞ്ഞു. റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ പങ്കെടുക്കുമ്പോൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം, എല്ലാ ഡിമാൻഡുകളും അംഗീകരിച്ചു കൊടുക്കാമെന്ന് ഗാന്ധിജിക്ക് വാക്ക് കൊടുത്തു. ഇനി ഇർവിൻ അങ്ങോട്ടൊരു കാര്യം പറഞ്ഞു, അതായത് സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസിലേക്ക് ഗാന്ധി എത്തുന്നതിന് മുമ്പേ തന്നെ എന്ത് ചെയ്യുക, സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് പിൻവലിക്കണം. ഒറ്റ ഡിമാൻഡ് ഇർവിൻ അങ്ങോട്ട് വെച്ചോളൂ, എന്താണ്, ടു സസ്പെൻഡ് ദ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് ഓക്കെ ബിഫോർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ്. അതായത് ഗാന്ധിജി സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ പങ്കെടുക്കാൻ എത്തുന്നതിന് മുൻപേ എന്ത് ചെയ്യുക, ഈ പറയുന്ന അദ്ദേഹത്തിന്റെ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് പിൻവലിക്കുക എന്നൊരു ഡിമാൻഡ് ഇർവിൻ അങ്ങോട്ട് വെച്ചു. ഗാന്ധിജി കുറെ ഡിമാൻഡ്സ് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ പറഞ്ഞ എന്താണ്, അംഗീകരിക്കാം, എല്ലാ ഇന്ത്യൻസിന്റെ ഡിമാൻഡും അംഗീകരിക്കാം. സെക്കൻഡ് റൗണ്ട് ടേബിളിൽ ഗാന്ധിജി എത്തുക, അവിടെ വെച്ച് എന്ത് ചെയ്യാം, എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാമെന്ന് ഇർവിൻ വാക്ക് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഗാന്ധിജി എന്ത് ചെയ്തു, ഇർവിന്റെ വാക്കം വിശ്വസിച്ചുകൊണ്ട് ഇതേ ഇയറിൽ ഈ പാക്ട് പ്രകാരം in 1931 itself ഗാന്ധിജി സസ്പെൻഡഡ് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ്. ഗാന്ധിജിക്ക് ഇത് തന്നെയാണ് പരിപാടി അല്ലെ. നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് തുടങ്ങി, നാട്ടുകാർ മൊത്തം പങ്കെടുക്കാൻ തുടങ്ങി, അതിനെ പിൻവലിച്ചു. വീണ്ടും ഒരെണ്ണം എങ്ങനെയെങ്കിലും തട്ടിപ്പൊക്കി കൊണ്ടുവന്നു, നാട്ടുകാർ മൊത്തം പങ്കെടുക്കാൻ തുടങ്ങി, അതിനെ അതേ പിൻവലിച്ചു. ഓക്കെ, എനിവേ അതിനൊക്കെ അതിന്റേതായ റീസൺസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇനി തിരിഞ്ഞു പോലും നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് എന്തുകൊണ്ട് സസ്പെൻഡ് ചെയ്യുന്ന വെച്ചാൽ നമുക്ക് ഒരൊറ്റ ഉത്തരത്തിൽ തീർക്കാൻ പറ്റും, ചൗരി ചൗര ഇൻസിഡന്റ് തീർന്നു അല്ലെ. അവിടെ ഉണ്ടായ വയലൻസ് മൂലമാണ് ഗാന്ധിജി പിൻവലിച്ചത്. അതേസമയം സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ്, വൈ ഗാന്ധിജി സസ്പെൻഡഡ് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് എന്ന് ചോദിച്ചാൽ നമ്മൾ ഏതോട്ട് പറയേണ്ടി വരും, നമ്മൾ പറയേണ്ടത് ഗാന്ധി ഇർവിൻ പാക്ട് തൊട്ടുള്ള കാര്യങ്ങൾ പറയണം. ഓക്കെ,
അത് തൊട്ട് സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോഴേ അതിന്റെ ആൻസർ ആവത്തുള്ളൂ. ഓക്കെ, അപ്പൊ എന്ത് പറയും, എന്തുകൊണ്ട് ഗാന്ധിജി സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് പിൻവലിച്ചു എന്ന് വെച്ചാൽ 1931 എന്നുള്ള ഇയർ പറയണം അല്ലെ. 1931 മുമ്പേ തന്നെ ഒരു റൗണ്ട് ടേബിൾ കോൺഫറൻസ് ബ്രിട്ടീഷുകാർ സംഘടിപ്പിച്ചു. പക്ഷെ അതിൽ ഗാന്ധിജി പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല. അങ്ങനെ ഗാന്ധിജിയുടെ പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്താൻ വേണ്ടി ഇർവിൻ എന്ത് ചെയ്തു? ഇർവിൻ മെയ്ഡ് an agreement with ഗാന്ധിജി, and according to that agreement, ഇർവിൻ accepted the demands of Indians. അല്ലെ, അതിൽ അവരുടെ ഡിമാൻഡുകൾ അംഗീകരിക്കാമെന്നുള്ള ഒരു വ്യവസ്ഥയിലെത്തി. പക്ഷേ ഇദ്ദേഹം അങ്ങോട്ടൊരു കാര്യം പറഞ്ഞു, എന്താണ്? ടു സസ്പെൻഡ് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ്. ഗാന്ധിജിയുടെ മുന്നിലേക്ക് ഇർവിൻ വെച്ച ഡിമാൻഡ് എന്ന് പറയുന്നത് എന്തായിരുന്നു? സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് പിൻവലിക്കുക. അങ്ങനെ പിൻവലിച്ചു കഴിഞ്ഞിട്ട് ഗാന്ധിജി എന്ത് ചെയ്യണം? സെക്കൻഡ് റൗണ്ട് ടേബിളിൽ പങ്കെടുക്കുക. അങ്ങനെ പങ്കെടുക്കുമ്പോൾ ഇന്ത്യൻസിന്റെ എല്ലാ ഡിമാൻഡുകളും എന്ത് ചെയ്യും? ബ്രിട്ടീഷുകാർ അംഗീകരിക്കും. ഈ ഒരു വ്യവസ്ഥ പ്രകാരമാണ് കാര്യങ്ങൾ എന്ത് ചെയ്തത്? മുന്നോട്ട് പോയത്. അങ്ങനെ ഗാന്ധിജി എന്ത് ചെയ്തു? 1931 തന്നെ he suspended civil disobedience movement. CDM എന്ന് എഴുതുന്നുള്ളൂ, സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് ആണ്. ഓക്കെ, അപ്പോ അങ്ങനെ ആ മാസ് മൂവ്മെന്റ് എന്ത് ചെയ്തു? ഗാന്ധിജി സസ്പെൻഡ് ചെയ്തു. എന്നിട്ട് ഇതേ വർഷം, അപ്പൊ 1931 ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. 1931 തന്നെ എന്ത് ചെയ്തു? സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ ഗാന്ധിജി പങ്കെടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ 1931 തന്നെയാണ് സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് നടക്കുന്നത്. ഓക്കെ, സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ്. അപ്പോ ഗാന്ധിജി എന്ത് ചെയ്തു? ഗാന്ധി ഇർവിൻ പാക്ട് നടന്നു. ഗാന്ധിജി ഇർവിൻ പറഞ്ഞ വാക്ക് വിശ്വസിച്ചുകൊണ്ട് എന്ത് ചെയ്തു? 1931 തന്നെ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് സസ്പെൻഡ് ചെയ്യുന്നു. അതേ വർഷം തന്നെ ഗാന്ധിജി എന്ത് ചെയ്യുന്നു? ഇവിടെ നിന്ന് നേരെ പോയി റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ പങ്കെടുക്കുന്നു. പക്ഷേ എന്ത് പറ്റി? ഇന്ത്യൻസ് അല്ലെങ്കിൽ ഗാന്ധിജി പറഞ്ഞ ഒരൊറ്റ ഡിമാൻഡ് പോലും ഈ പറഞ്ഞ റൗണ്ട് ടേബിൾ കോൺഫറൻസ്, അതായത് സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ അവര് വകവെച്ചു കൊടുത്തില്ല. They never accepted any of the demand. Okay, ഗാന്ധിജി വെച്ച ഒരൊറ്റ ഡിമാൻഡ് പോലും ആ പറഞ്ഞ റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ അംഗീകരിക്കപ്പെട്ടില്ല. എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു ചതിയാണ് അവിടെ നടന്നത് അല്ലെ. ഗാന്ധിജിയെ കൊണ്ട് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കി, ഗാന്ധിജിയെ കൊണ്ട് വിശ്വസിപ്പിച്ച് ഒരു വലിയ മൂവ്മെന്റ് പിൻവലിപ്പിക്കുകയും ചെയ്തു. ഗാന്ധിജി റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ പങ്കെടുക്കുകയും ചെയ്തു. അവിടെ പങ്കെടുത്തത് എന്ത് പറ്റി? ഒരൊറ്റ ഡിമാൻഡ് പോലും അവർ അംഗീകരിച്ചതുമില്ല. അപ്പൊ അതിന് പറയുന്ന ഗാന്ധിജി റിട്ടേൺഡ് എംപ്റ്റി ഹാൻഡഡ് എന്നാണ്. സെക്കൻഡ് റൗണ്ട് ടേബിളിൽ പങ്കെടുത്തിട്ട് ഗാന്ധിജി ഒരു ഡിമാൻഡ് പോലും അംഗീകരിക്കപ്പെടാതെ ഇന്ത്യയിലേക്ക് തിരിച്ചു വരികയാണ്. പക്ഷേ ഇന്ത്യയിൽ എത്തുമ്പോൾ ഗാന്ധിജി കാണുന്ന ഒരു കാഴ്ചയുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന സിവിൽ ഡിസൊബീഡിയൻസ് പങ്കെടുത്തുകൊണ്ടിരുന്ന ബാക്കിയുള്ള എല്ലാ ലീഡേഴ്സിനെയും അവർ തൂത്തുപറക്കി അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി. അപ്പൊ ബ്രിട്ടീഷുകാർക്കും ഈവൻ നമ്മുടെ വൈസ്രോയ ഇർവിനും ഒക്കെ ആകെ ഒരേ ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ. എന്തായിരിക്കും ആ ഉദ്ദേശം? ഗാന്ധിജിയെ ഇന്ത്യയിൽ നിന്ന് കുറച്ചു നേരത്തേക്ക് മാറ്റി നിർത്തുക, ആ മൂവ്മെന്റ് സസ്പെൻഡ് ചെയ്യപ്പെടുക അല്ലെ. ഒപ്പം ബാക്കിയുള്ള ലീഡേഴ്സിനെ എല്ലാം അറസ്റ്റ് ചെയ്ത് മാറ്റുക. ഗാന്ധിജി ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ ഇതൊന്നും നടക്കത്തില്ല. അപ്പോ ഗാന്ധിജി പറഞ്ഞ പോലെ സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് പറയുന്ന ഒരു ട്രാപ്പിൽ വീഴ്ത്തുകയും സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് പിൻവലിപ്പിക്കുകയും ചെയ്തു. ബാക്കിയുള്ള ലീഡേഴ്സിനെ എല്ലാം അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അപ്പൊ ഗാന്ധിജി ഇന്ത്യയിലേക്ക് തിരിച്ചെത്തി. ഓക്കെ, തിരിച്ചെത്തിയിട്ട് ഒരു ഡിമാൻഡും അംഗീകരിക്കപ്പെടാത്തത് കൊണ്ട് തന്നെ 1932 ഗാന്ധിജി വീണ്ടും സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് റീസ്റ്റാർട്ട് ചെയ്തു. റീസ്റ്റാർട്ടഡ് CDM, സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ്. ഓക്കെ, അപ്പൊ കുറെ ഇയേഴ്സ് പറഞ്ഞു. ഇതൊന്നും ഇനി മാറിപ്പോരുത്. ഇത് ഇത്ര ഇമ്പോർട്ടന്റ് ഈവന്റ്സ് ആണ്. ഇതെല്ലാം കണക്റ്റഡ് ഈവന്റ്സ് ആണ്. നിങ്ങൾ ഇത് കണക്ട് ചെയ്ത് തന്നെ പഠിക്കാവുള്ളൂ. അല്ലെങ്കിൽ എല്ലാം കൂടെ തലതിരിഞ്ഞു പോകും അല്ലെ. 1930 ഫസ്റ്റ് റൗണ്ട് ടേബിൾ അതായത് എല്ലാം ഒന്ന് കണക്ട് ചെയ്ത് നോക്കി. സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് തുടങ്ങുന്ന 1930 അല്ലെ. 1930 ഇതിന്റെ പാർട്ടിസിപ്പേഷൻ കാര്യങ്ങളൊക്കെ കണ്ടപ്പോ എന്ത് പറ്റി? ലോർഡ് ഇർവിൻ അടക്കം പേടിയായി തുടങ്ങി. അങ്ങനെ അവരെന്ത് ചെയ്തു? ഇത് എങ്ങനെയെങ്കിലും പിൻവലിപ്പിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് സംഘടിപ്പിച്ചു 1930. അങ്ങനെ ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് നടന്നപ്പോ എന്ത് പറ്റി? ഗാന്ധിജി പങ്കെടുത്തില്ല. അതുകൊണ്ട് തന്നെ അതിനകത്തൊന്നും സംഭവിക്കാതെ പോയി. അങ്ങനെ എന്ത് പറ്റി? 1931 അല്ലെ എങ്ങനെയും അടുത്തൊരു റൗണ്ട് ടേബിൾ കോൺഫറൻസ് സെറ്റ് ചെയ്യും. 1931 അടുത്തൊരു സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് ഉണ്ടാവും അല്ലെ. ആ സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ ഗാന്ധിയുടെ പാർട്ടിസിപ്പേഷൻ ഉറപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? ഗാന്ധി ഇർവിൻ തമ്മിൽ ഒരു പാക്ട് സെറ്റ് ചെയ്തു, ഒരു എഗ്രിമെന്റ് സെറ്റ് ചെയ്തു. ആ എഗ്രിമെന്റ് പ്രകാരം എന്ത് പറ്റി? ഗാന്ധിജിയെ കുറെ കാര്യങ്ങൾ പറഞ്ഞു വിശ്വസിപ്പിച്ച് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് പിൻവലിപ്പിച്ചു. അപ്പം 1931 തന്നെ ഗാന്ധി ഇർവിൻ പാക്ട്, അതേ വർഷം തന്നെ ഗാന്ധിജി അത് സസ്പെൻഡ് ചെയ്യുന്നു. അതേ വർഷം തന്നെ ഗാന്ധിജി എന്ത് ചെയ്യുന്നു? സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ പങ്കെടുക്കാൻ പോകുന്നു. പക്ഷേ എന്ത് പറ്റി? ഒരു ഡിമാൻഡ് പോലും അംഗീകരിക്കപ്പെടാതെ ഗാന്ധിജി തിരിച്ചു വരുന്നു. തൊട്ടടുത്ത വർഷം 1932 ഗാന്ധി എന്ത് ചെയ്യുന്നു? വീണ്ടും സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് റീസ്റ്റാർട്ട് ചെയ്യുന്നു. പക്ഷേ പറ്റിപ്പോയത് ഈ മൂവ്മെന്റിന്റെ ആ ഒരു പഴയ അന്ന് തുടങ്ങിയ ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ കിട്ടിയ ഫ്ലോ എന്ന് എന്ത് ചെയ്തില്ല, പിന്നെ മൂവ്മെന്റ് കിട്ടിയില്ല.
അതായത് 1932 മൂവ്മെന്റ് തുടങ്ങിയെങ്കിലും 1934 സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് എന്ന് പറയുന്നത് റിലവൻസ് ഒക്കെ ഇല്ലാതായി. ഓക്കെ, CDM ലോസ്റ്റ് ഇറ്റ്സ് റിലവൻസ്, ലോസ്റ്റ് ഇറ്റ്സ് റെലവൻസ്. ഓക്കെ, സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് റിലവൻസ് ഇല്ലാതാവുന്ന വർഷമാണ് 1934 എന്ന് പറയുന്നത്. അപ്പം ഇത്രയാണ് സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റിൽ ബ്രേക്ക് ചെയ്യപ്പെട്ട നിയമങ്ങൾ, ലോസ് കുറെ പറഞ്ഞു അല്ലെ. അതിന്റെ കൂടെ ബോയ്ക്കോട്ട് മൂവ്മെന്റ് കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുക, എന്തൊക്കെ കാര്യങ്ങൾ ഇന്ത്യൻസ് ബോയ്ക്കോട്ട് ചെയ്തു എന്നുള്ളത് പറയണം. ഇനി അതുകൊണ്ട് ബാക്കിയുണ്ടായ ഇവന്റ്സ്, റൗണ്ട് ടേബിൾ കോൺഫറൻസ്, ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസ്, സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ്, ഇതിന്റെ ഇടയിൽ ഗാന്ധിജി ഒരു 11 പോയിന്റ് ലെറ്റേഴ്സ് ആർക്ക് അയക്കുന്നുണ്ട്? ഇർവിന് അല്ലെ. സിവിൽ ഡിസോബീഡിയൻസ് തുടങ്ങുന്നതിന് മുമ്പ് ഗാന്ധിജി പറയുന്നുണ്ട്, ഒരു 11 ഡിമാൻഡുകൾ ഗാന്ധിജി അയച്ചു കൊടുത്തു അല്ലെ. ഇങ്ങനെ ഇത്രയും ഡിമാൻഡുകൾ അംഗീകരിക്കാൻ തയ്യാറാണെങ്കിൽ ഒരു മൂവ്മെന്റ് ഇന്ത്യയിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇർവിൻ അന്ന് അത് ചെവിക്കൊള്ളാൻ തയ്യാറായില്ല അല്ലെ. പക്ഷേ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് തുടങ്ങിയപ്പോൾ അവർക്ക് പേടിയായി. അവരെന്ത് ചെയ്തു? അതിനെ എങ്ങനെയും അടിച്ചമർത്താൻ വേണ്ടി, എങ്ങനെയും ആ മൂവ്മെന്റിനെ പിൻവലിക്കാൻ വേണ്ടിയിട്ട് പല പല തരത്തിലുള്ള ട്രിക്ക് ഉപയോഗിച്ചു. എന്തായാലും അത് ഫലിക്കുകയും ചെയ്തു, അത് സസ്പെൻഡ് ചെയ്യപ്പെടുകയും ചെയ്തു അല്ലെ. എന്തായാലും ശരി, സെക്കൻഡ് മാസ് മൂവ്മെന്റ് ആയ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് എന്ത് ചെയ്തു? 1934 കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതായി. ഓക്കെ, ഇനി സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് ഇവിടെ തീർന്നിട്ടില്ല. സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റിനകത്ത് ഇനി നമ്മൾ പഠിക്കേണ്ടത് പറഞ്ഞാൽ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് ലിമിറ്റേഷൻസ് ഉണ്ട്, അതുപോലെ പാർട്ടിസിപ്പേഷൻ. നമ്മൾ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് പഠിച്ച അതേ സ്ട്രക്ചർ എന്നാണ്. നോൺ കോപ്പറേഷൻ മൂവ്മെന്റിനകത്ത് നമ്മൾ പാർട്ടിസിപ്പൻസിനെ പറഞ്ഞില്ലേ, അതേപോലെ തന്നെ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റിനും ഈ പറഞ്ഞ പോലെ പാർട്ടിസിപ്പേഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇനി സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് ലിമിറ്റേഷൻസ് ആണ്, അതിന്റെ ഇടയിൽ പാർട്ടിസിപ്പേഷൻ കൂടെ വരുന്നുണ്ട്, അത് നമുക്ക് പറയാം. ലിമിറ്റേഷൻസ് ഓഫ് സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ്, അതായത് നമ്മൾ നോൺ കോപ്പറേഷൻ പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നതാണ്. ആ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് തുടങ്ങിയപ്പോ അത് ഭയങ്കര ഹൈലൈറ്റും കാര്യങ്ങളായിട്ടൊക്കെ തുടങ്ങിയെങ്കിലും അതിന് 1-2 ലിമിറ്റേഷൻസ് പറ്റി അല്ലെ. ഖാദി എന്ന് പറയുന്നത് ഭയങ്കര എക്സ്പെൻസീവ് ആയി പോയി നമ്മൾ പറഞ്ഞതാണ്. അതുപോലെ തന്നെ അതിനകത്ത് വന്ന വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ജോലിയൊക്കെ ഉപേക്ഷിച്ചവർക്ക് ജോലി കൊടുക്കാനുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഇവിടെ ഇല്ലാതെ പോയി എന്നൊക്കെ പറഞ്ഞില്ലേ. അതുപോലെ തന്നെ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റും അതിന്റേതായ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, ഇതൊരു മാസ് മൂവ്മെന്റ് ആണെന്ന് പറയുന്നുവെങ്കിലും അതിനകത്ത് പങ്കെടുക്കാതിരുന്ന 1-2 സെക്ഷൻസ് ഉണ്ട്. ഓക്കെ, there are 2-3 sections which did not participate in the civil disobedience movement. അതായത് സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റിൽ പങ്കെടുക്കാതിരുന്ന മെയിൻ ആയിട്ട് 2 വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് അൺടച്ചബിൾസ് എന്ന് പറയുന്ന വിഭാഗം, അല്ലെങ്കിൽ ദളിത്സ് എന്നൊക്കെ പറയുന്നത് അല്ലെ. അതായത് ലോവർ കാസ്റ്റ് പീപ്പിൾ, they never participated in the movement. Also Muslims, നോൺ കോപ്പറേഷൻ മൂവ്മെന്റിൽ മുസ്ലിംസ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. ഓർമ്മയുണ്ടോ? ഖിലാഫത്ത് മൂവ്മെന്റ് ഒക്കെ കൊണ്ടുവന്ന് അവരെ ആക്റ്റീവ് ആക്കി ഗാന്ധിജി തന്നെ അവരെ അതിൽ പങ്കെടുപ്പിച്ചിരുന്നു അല്ലെ. പക്ഷേ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് ആയപ്പോ മുസ്ലിംസ് അതിനകത്ത് പങ്കെടുത്തില്ല, ഒപ്പം അൺടച്ചബിൾസും പങ്കെടുത്തില്ല. അങ്ങനെ ഒരു വലിയ ഇഷ്യൂ അവിടെ പറ്റി. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഗ്രൂപ്പുകൾ അവിടെ പങ്കെടുക്കാതിരുന്നത് എന്നുള്ളത് നമുക്ക് പഠിക്കേണ്ടത്. ആദ്യം വേണ്ടത് അൺടച്ചബിൾസ് ആണ് അല്ലെ. എന്തുകൊണ്ട്? വൈ അൺടച്ചബിൾസ് ഓർ വൈ ദളിത്സ് ഡിഡ്ന്റ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ മൂവ്മെന്റ്? എന്തുകൊണ്ട് ദളിത്സ് ഇതിനകത്ത് പങ്കെടുത്തില്ല? ഓക്കെ, സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് എന്തുകൊണ്ടായിരിക്കും അവരുടെ ഒരു പാർട്ടിസിപ്പേഷൻ കിട്ടാതെ പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം, ഈ പറയുന്ന ദളിത്സിനെ അൺടച്ചബിൾസ് ആയിട്ട് ട്രീറ്റ് ചെയ്ത ആരാണ്? ബ്രിട്ടീഷേഴ്സ് ആണ്. ഇന്ത്യൻസ് തന്നെയല്ലേ അവരെ അങ്ങനെ ട്രീറ്റ് ചെയ്തത് അല്ലെ. ബ്രിട്ടീഷേഴ്സ് അല്ല അവരെ അൺടച്ചബിൾസ് ആക്കി മാറ്റിയത് അല്ലെ. ഈ തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ എന്നൊക്കെ പറയുന്ന സിസ്റ്റംസ് കൊണ്ടുവന്ന് അവരെ ലോവർ കാസ്റ്റ് ആക്കി അവരുടെ ഫ്രീഡം കളഞ്ഞ് അവരെ സ്ലേവ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്ത ആരാ? ഇന്ത്യൻസ് ആണ് അല്ലെ. അപ്പോ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ റൂൾ ആയാലും ഇന്ത്യൻസിന്റെ റൂൾ ആയാലും അവർക്ക് അതിനകത്തൊരു വ്യത്യാസവും ഇല്ല അല്ലെ. അവരുടെ കണ്ടീഷനിൽ ഒരു അപ്ലിഫ്റ്റ്മെന്റും ഇല്ല. ഇപ്പൊ ബ്രിട്ടീഷേഴ്സ് മാറി ഇന്ത്യൻസ് വന്നു കഴിഞ്ഞാലും they are not getting any benefit out of that rule അല്ലെ. ഇന്ത്യൻസ് ഭരിച്ചിരുന്നപ്പോഴും അവരെ കണ്ടീഷൻ ഇത് തന്നെയാണ്, അതുപോലെ ബ്രിട്ടീഷേഴ്സ് വന്നപ്പോഴും അതേ കണ്ടീഷൻ തന്നെയാണ്. പിന്നെ ഇനിയിപ്പോ അവരതിനകത്ത് പങ്കെടുക്കേണ്ട വല്ല കാര്യമുണ്ടോ അല്ലെ? ഒരു ആവശ്യവും ഇല്ല. അവരുടെ കണ്ടീഷനിൽ ആര് ഭരിച്ചാലും ഒരു മാറ്റവും വന്നിട്ടില്ല. അവരപ്പോഴും ഇപ്പോഴും ലോവർ കാസ്റ്റ് തന്നെയാണ്, അവര് അപ്പോഴും ഇപ്പോഴും അൺടച്ചബിൾസ് തന്നെയാണ് അല്ലെ. സോ വൈ ഷുഡ് ദേ പാർട്ടിസിപ്പേറ്റ്? അത് തന്നെയാണ് അവരുടെ റിക്വസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അൺടച്ചബിൾസിന് സിമ്പിൾ ആയിട്ട് നമുക്ക് കാര്യങ്ങൾ പറയാം അല്ലെ. Untouchables, they were treated as untouchables by the Indians and there was no change in their condition under the British rule or even under the Indian rule. Indian government വന്നാലും ശരി തന്നെ, അല്ലെങ്കിൽ ബ്രിട്ടീഷേഴ്സ് ഭരിച്ചാലും ശരി തന്നെ, അവർക്ക് യാതൊരു മാറ്റവും അവരുടെ കണ്ടീഷനിൽ ഫീൽ ചെയ്തിട്ടില്ല. ദെൻ അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്തില്ല, അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തയ്യാറായിട്ടില്ല.
അവരുടെ ലീഡർ എന്ന് പറഞ്ഞ നമ്മൾ നേരത്തെ പറഞ്ഞൊരു വ്യക്തിയുണ്ട്, BR അംബേദ്കർ അല്ലെ. യുനോ BR അംബേദ്കറിനെ നമുക്ക് എപ്പോഴും അറിയാൻ പറ്റുന്ന ഒരു ടൈറ്റിൽ എന്ന് പറയുന്നത് എന്താണ്? ഈസ് ദ ഫാദർ ഓഫ് അവർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹമാണ് ആ സമയത്ത് അൺടച്ചബിൾസിന്റെ ലീഡർ ആയിട്ട് ഇവിടെ നിന്നിരുന്നത്. അവരുടെ അപ്ലിഫ്റ്റ്മെന്റിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ഏറ്റവും നല്ല ലീഡറായിട്ട് അന്ന് എടുത്തു പറയേണ്ട ലീഡറും അംബേദ്കർ തന്നെയാണ്. ഓക്കെ, കാരണം ഹി വാസ് ഓൾസോ ഫ്രം എ ലോവർ കാസ്റ്റ്. അദ്ദേഹം ഒരു ലോവർ കാസ്റ്റ് നിന്ന് വന്നതാണ്. പക്ഷെ ഒരുപാട് എഡ്യൂക്കേഷൻ ഒക്കെ നേടി ബാക്കിയുള്ളവരെക്കാളും വലിയ എഡ്യൂക്കേറ്റഡ് ആയ അല്ലെ, ഒരുപാട് എഡ്യൂക്കേറ്റഡ് ആയി ഡോക്ടറേറ്റ് ഒക്കെ എടുത്ത ഒരു വ്യക്തിയാണ്. എന്നിട്ട് അദ്ദേഹത്തിന്റെ ജോലി പോലും ഉപേക്ഷിച്ചിട്ട് അദ്ദേഹം ഈ അൺടച്ചബിൾസിന്റെ അല്ലെങ്കിൽ ലോവർ കാസ്റ്റിന്റെ ഒക്കെ അപ്ലിഫ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രവർത്തിച്ച വ്യക്തിയാണ് ഈ പറയുന്ന അംബേദ്കർ. ഓക്കെ, അതിനെക്കുറിച്ച് നമുക്കൊരു സെക്ഷൻ പഠിക്കാനുണ്ട്, അതവിടെ നിൽക്കട്ടെ. നമ്മൾ തൽക്കാലം ഇതിനെ ക്വസ്റ്റ്യൻ ആയിട്ട് പറയാം അല്ലെ. What are the limitations of what are the limitations of civil disobedience movement എന്നുള്ളതാണ്. അപ്പം സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റിൽ വന്ന ലിമിറ്റേഷന്റെ ഫസ്റ്റ് ലിമിറ്റേഷൻ പറഞ്ഞു, അൺടച്ചബിൾസ് നെവർ പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ മൂവ്മെന്റ്. എന്തുകൊണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ ഈ കാര്യം പറയുക. ഓക്കെ, ഇനി രണ്ടാമത്തെ സെക്ഷൻ ആരാണ്? മുസ്ലിംസ്. മുസ്ലിംസ് ഓൾസോ നെവർ പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ മൂവ്മെന്റ് അല്ലെ. അവര് ഈ പറഞ്ഞ പോലെ നോൺ കോപ്പറേഷനിൽ പങ്കെടുക്കാൻ തയ്യാറാണ്. പക്ഷേ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് വന്നപ്പോ അതിനകത്ത് പങ്കെടുക്കാൻ അവർ തയ്യാറായില്ല. ഇതിനകത്തുണ്ടായിരുന്ന റീസൺ എന്ന് പറയുന്നത്, ഒന്ന്, കോൺഗ്രസ് ആണ്. കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഗാന്ധിജിന്റെ ലീഡറാണ്, പക്ഷെ ആ മൂവ്മെന്റ് ലോഞ്ച് ചെയ്താരാ? ഇറ്റ് വാസ് ലോഞ്ച്ഡ് ബൈ കോൺഗ്രസ് പാർട്ടി അല്ലെ. കോൺഗ്രസ് പാർട്ടിയുടെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, മോസ്റ്റ്ലി ദ ലീഡേഴ്സ് ഓഫ് കോൺഗ്രസ് വെയർ ഹിന്ദുസ്. ഒന്നാമത്തെ കാര്യമാണ്, കോൺഗ്രസിന്റെ ലീഡേഴ്സിൽ കൂടുതലും ഉണ്ടായിരുന്ന ഹിന്ദുസാണ്. രണ്ട്, കോൺഗ്രസിന്റെ ലീഡേഴ്സ് എന്ന് പറയുന്നത് മിക്കവാറും റിച്ച് ആയിട്ടുള്ള ലാൻഡ് ലോഡ്സ് ഒക്കെയാണ്. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ അൺടച്ചബിൾസിന്റെ കേസിൽ അവിടെ ഒരു പ്രശ്നം കൂടിയുണ്ട് അല്ലെ. അൺടച്ചബിൾസിന് ലാൻഡ് ഇല്ല, അവർ സ്ലേവ്സിനെ പോലെയൊക്കെയാണ് അല്ലെ. അപ്പോ ഈ പറയുന്ന ഇത്രയും റിച്ച് ആയിട്ടുള്ള ലാൻഡ് ലോഡ്സ് ഒക്കെ ഉള്ള ഒരു പാർട്ടിയാണ് ആ സമയത്ത് ചെയ്തത് നമ്മൾ ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടി. അതുകൊണ്ട് തന്നെ അൺടച്ചബിൾസിനൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ കോൺഗ്രസിന്റെ ലീഡേഴ്സ് എല്ലാം ഈ അത്യാവശ്യം റിച്ച് ആയ ലാൻഡ് ലോഡ് ഹിന്ദുസ് ആയതുകൊണ്ട് മുസ്ലിംസിനും കോൺഗ്രസ് പാർട്ടിയെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ, ബിക്കോസ് മുസ്ലിം ലീഡേഴ്സ് ഉണ്ടായിരുന്നു, ഇല്ല എന്നല്ല, മുസ്ലിം ലീഡേഴ്സ് ഉറപ്പായിട്ടും ഉണ്ടായിരുന്നു. പക്ഷേ മെജോറിറ്റി ലീഡേഴ്സും കോൺഗ്രസ് പാർട്ടിയിൽ ഹിന്ദുസ് ആയിരുന്നു, അതും അത്യാവശ്യം അപ്പർ ക്ലാസ് ഹിന്ദുസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ മുസ്ലിംസ് എന്ത് ചെയ്തു? കോൺഗ്രസ് നടത്തിയ ഒരു മൂവ്മെന്റിൽ പങ്കെടുക്കാൻ അവർ തയ്യാറായില്ല. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ് അതാണ്. വൈ മുസ്ലിംസ് നെവർ പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ മൂവ്മെന്റ് എന്ന് ചോദിച്ചാൽ ഫസ്റ്റ് പോയിന്റ് ആണ് നമ്മൾ പറഞ്ഞത് അല്ലെ. കോൺഗ്രസ് പാർട്ടി വാസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ഹിന്ദു ലീഡേഴ്സ് എന്ന് അവർ വിശ്വസിച്ചു. അത് സത്യമാണോ അല്ലയോ എന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് പറയത്തില്ല, കാരണം അതിനകത്ത് മുസ്ലിം ലീഡേഴ്സും ഉണ്ടായിരുന്നു, ഹിന്ദു ലീഡേഴ്സും ഉണ്ടായിരുന്നു. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, മെജോറിറ്റി ലീഡേഴ്സും ഹിന്ദു അപ്പർ ക്ലാസ്സിൽ പെട്ട ലീഡേഴ്സ് ആയിരുന്നു. സോ ഈ പറയുന്ന മുസ്ലിം ലീഗ് കോൺഗ്രസിനെ ഒരു ഹിന്ദു പാർട്ടി ആയിട്ട് കണ്ടു. കോൺഗ്രസ് പാർട്ടി വാസ് വ്യൂഡ് ബൈ മുസ്ലിം ലീഗ് ആസ് എ ഹിന്ദു പാർട്ടി. അപ്പോ ഹിന്ദുസിന്റെ ഒരു പാർട്ടി നടത്തുന്ന മൂവ്മെന്റ് ആണ് സിവിൽ ഡിസൊബീഡിയൻസ് അല്ലെ. അതുകൊണ്ട് എന്ത് ചെയ്തില്ല? മുസ്ലിംസ് അതിൽ പങ്കെടുത്തില്ല. രണ്ടാമത്തെ കാര്യം, രണ്ടാമത്തെ റീസൺ മുസ്ലിംസ് പങ്കെടുക്കാതിരുന്ന രണ്ടാമത്തെ റീസൺ ആയിട്ട് പറയുന്നത് ഈ പറയുന്ന മുസ്ലിംസ്, ഒരു കാര്യം ആലോചിച്ച് നോക്കിയാൽ ഇന്ത്യയിൽ മുസ്ലിംസ് പറയുന്ന ആ സമയത്ത് മൈനോറിറ്റിയാണ്, ഹിന്ദുസ് മെജോറിറ്റിയുമാണ് അല്ലെ. ഇപ്പോ സ്ട്രോങ് ആയി നിൽക്കുന്ന പാർട്ടി കോൺഗ്രസുമാണ്. ആ കോൺഗ്രസിലുള്ള ലീഡേഴ്സിന്റെ മെജോറിറ്റിയും ആര് തന്നെയാണ്? ഹിന്ദു മെജോറിറ്റിയാണ്. അപ്പോ ബ്രിട്ടീഷേഴ്സ് ഇവിടം വിട്ട് പോയാൽ, ഇഫ് ബ്രിട്ടീഷേഴ്സ് ലീവ് ഇന്ത്യ, ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ട് പോയാൽ ഇന്ത്യയിൽ ഒരു ഇലക്ഷൻ നടക്കും അല്ലെ. ഇന്ത്യയിൽ ഇലക്ഷൻ നടക്കുമ്പോൾ എന്ത് സംഭവിക്കും? ആര് ജയിക്കും? ഹിന്ദുസ് അല്ലേ മെജോറിറ്റി? ഹിന്ദുസ് ജയിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അവരുടെ പേടി എന്ന് പറയുന്നത്, ഹിന്ദുസ് ഇലക്റ്റഡ് ആയാൽ ഒരു ഹിന്ദു ഗവൺമെന്റ് വരും, ആൻഡ് ദ ഹിന്ദു ഗവൺമെന്റ് വിൽ സപ്രസ് ഓർ ഒപ്രസ് ദ മുസ്ലിംസ്. മുസ്ലിംസിനെ ഹിന്ദു ഗവൺമെന്റ് ചെയ്യും, അടിച്ചമർത്തും എന്ന് പേടിച്ചിരുന്നു ആര്? മുസ്ലിംസ്. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് അല്ലെ, മുസ്ലിംസ് എന്തുകൊണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല എന്നുള്ള സെക്കൻഡ് പോയിന്റ് ആണ്. ഓക്കെ, ബിക്കോസ് ഇഫ് ദ ബ്രിട്ടീഷേഴ്സ് ലീവ് ഇന്ത്യ, then there will be a fresh election in India in which the majority were Hindus and Hindus will be elected, and they feared that the Hindu government will suppress the Muslims. മുസ്ലിംസിനെ, മൈനോറിറ്റി ആയ മുസ്ലിംസിനെ മെജോറിറ്റി ആയ ഹിന്ദുസ് അടിച്ചമർത്തും അല്ലെ. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോയി കഴിഞ്ഞാൽ മെജോറിറ്റി ആയിരുന്ന ഹിന്ദുസ് മൈനോറിറ്റി മുസ്ലിംസിനെ എന്ത് ചെയ്യും? സപ്രസ് ചെയ്യും എന്ന് അവർക്കൊരു പേടി തോന്നും.
അതാണ് മെയിൻ റീസൺ. ഇനി അടുത്തത്, കോൺഗ്രസ് ഒരു ഹിന്ദു പാർട്ടിയാണ് അല്ലെ. കോൺഗ്രസ് ഈസ് എ ഹിന്ദു പാർട്ടി. കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു ഹിന്ദു പാർട്ടിയാണ് അവർ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന മുസ്ലിംസ് എന്ത് ചെയ്തു? മുസ്ലിംസിന് വേണ്ടി ഒരു പാർട്ടി കൂടെ സ്റ്റാർട്ട് ചെയ്തു. 1906 മുസ്ലിം സ്റ്റാർട്ടഡ് എ പാർട്ടി കോൾഡ് ആസ് മുസ്ലിം ലീഗ്. ഓക്കെ, ഹിന്ദുസിന്റെ ഒരു പാർട്ടി ആയിട്ട് കോൺഗ്രസിനെ അവർ കൺസിഡർ ചെയ്തതുകൊണ്ട് തന്നെ മുസ്ലിംസിന് വേണ്ടിയിട്ട് ഒരു പാർട്ടി ഇവിടെ തുടങ്ങി. 1906 തുടങ്ങിയ പാർട്ടിയാണ് ഇത് മുസ്ലിം ലീഗ്. അപ്പോ മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിൽ ഓൾറെഡി വലിയ കോൺഫ്ലിക്റ്റ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും പോരാഞ്ഞിട്ട് മുസ്ലിംസിന് വേണ്ടി ഒരു പാർട്ടി തുടങ്ങിയതുപോലെ തന്നെ ഹിന്ദുസും ഒരു പാർട്ടിയും തുടങ്ങിയിട്ടും, അതാണ് ഹിന്ദു മഹാസഭ. അപ്പോ ഹിന്ദുസും മുസ്ലിംസും തമ്മിലുള്ള വലിയൊരു കോൺഫ്ലിക്റ്റ് എന്ത് ചെയ്തു? ഇവിടെ സംഭവിച്ചു കഴിഞ്ഞു. ഓക്കെ, ഹിന്ദുസും മുസ്ലിംസും തമ്മിൽ ഒരു വലിയ സ്പ്ലിറ്റ് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് മുമ്പേ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. അതോടുകൂടി എന്ത് പറ്റി? ഈ പറഞ്ഞ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റിൽ പങ്കെടുക്കാൻ മുസ്ലിംസ് ഒരു രീതിയിലും തയ്യാറായില്ല. അപ്പൊ നമ്മൾ ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് അല്ലെ, ലിമിറ്റേഷനിൽ പറഞ്ഞ അൺടച്ചബിൾസിന്റെ കേസാണ്. Untouchables were treated as untouchables by the Indians itself, and they never felt any difference between the rule of Britishers or Indians. ഇന്ത്യൻസ് ഭരിച്ചാലും ബ്രിട്ടീഷേഴ്സ് ഭരിച്ചാലും അവർക്കൊരു വ്യത്യാസം തോന്നില്ല. അതുകൊണ്ട് അവർ എന്ത് ചെയ്തില്ല? അതിൽ പങ്കെടുക്കാൻ തയ്യാറായി. അതുപോലെ തന്നെ കോൺഗ്രസ് ആണ് സിവിൽ ഡിസൊബീഡിയൻസ് ലോഞ്ച് ചെയ്യുന്നത് അല്ലെ. കോൺഗ്രസിന്റെ ടോപ്പ് ലീഡേഴ്സ് എന്ന് പറയുന്ന എല്ലാം ഹിന്ദുസുമായിരുന്നു, അപ്പർ ക്ലാസ് ഹിന്ദുസുമായിരുന്നു അല്ലെ. അപ്പർ ക്ലാസ്സിൽപ്പെട്ട ഹിന്ദുസ് ആയിരുന്നു. അപ്പൊ അപ്പർ ക്ലാസ്സിൽപ്പെട്ട ഹിന്ദുസ് ആയതുകൊണ്ട് തന്നെ അവരൊരു പക്ഷെ എന്ത് ചെയ്യും? ഈ അൺടച്ചബിൾസിനെ കൺസിഡർ പോലും ചെയ്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്തില്ല? ലോവർ കാസ്റ്റിൽപ്പെട്ട അൺടച്ചബിൾസ് ഒന്നും എന്ത് ചെയ്തില്ല? ഈ പറയുന്ന സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റിൽ പങ്കെടുക്കാൻ തയ്യാറായില്ല എന്നുള്ളത് ഒരു സത്യം അല്ലെ. അതുപോലെ തന്നെ ഈ വലിയ ഇൻഡസ്ട്രീസിന്റെ ഒക്കെ ടോപ്പിൽ ഇരുന്നതും ഈ പറയുന്ന ഹിന്ദു ലീഡേഴ്സ് തന്നെയാണ്. രണ്ടാമത്തെ, മുസ്ലിംസ് എന്തുകൊണ്ട് വാട്സപ്പിൽ അവിടെ കുറെ കാര്യങ്ങൾ പറയാം അല്ലെ. നേരത്തെ പറഞ്ഞാൽ അപ്പർ ക്ലാസ് ഹിന്ദുസിന്റെ ഒരു പാർട്ടി ആയിട്ട് അവരെന്ത് ചെയ്തു? കോൺഗ്രസിനെ കൺസിഡർ ചെയ്തു. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് എന്ത് പറയും? ഈ പറയുന്ന ബ്രിട്ടീഷേഴ്സ് ഇന്ത്യ വിട്ടുപോയി കഴിഞ്ഞാൽ അവിടെ ഒരു ഇലക്ഷൻ നടക്കും. ഇൻ ദ ഇലക്ഷൻ ഹു വിൽ ബി ഇലക്ടഡ്? അവിടെ മെജോറിറ്റി ആരാണ്? അവിടുത്തെ മെജോറിറ്റി എന്ന് പറയുന്നത് എപ്പോഴും ഇന്ത്യയിലെ മെജോറിറ്റി ആ സമയത്ത് ഹിന്ദുസ് ആണ് അല്ലെ. അപ്പോ ബ്രിട്ടീഷുകാർ വിട്ടുപോയി കഴിഞ്ഞാൽ ഇലക്ഷൻ നടക്കുമ്പോൾ ആരെ ഇലക്ടഡ് ആവാൻ പോകുന്നുള്ളൂ? ഹിന്ദുസ് ആരെ ഇലക്ടഡ് ആവുന്നത് അല്ലെ. അപ്പൊ ഒരു ഹിന്ദു ഗവൺമെന്റ് ഫോം ചെയ്യും എന്നൊരു കോൺസെപ്റ്റ് മുസ്ലിംസിന്റെ മൈൻഡിലുണ്ട്. ഹിന്ദു ഗവൺമെന്റ് ഫോം ചെയ്യാൻ എന്ത് പറ്റുമെന്ന് അവർ പേടിച്ചു? ദേ വിൽ സപ്രസ് ദ മുസ്ലിംസ് അല്ലെ. പിന്നെ അതുപോലെ തന്നെ ഓൾറെഡി മുസ്ലിംസിന് ഒരു പാർട്ടി ഉണ്ട്, ഹിന്ദുസിന് മറ്റൊരു പാർട്ടി ഉണ്ട് അല്ലെ. ഹിന്ദു മഹാസഭ എന്ന് പറയുന്ന ഒരു പാർട്ടി ഹിന്ദുസിനും, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു പാർട്ടി മുസ്ലിംസിനും ഓൾറെഡി നിലവിലുണ്ട്. സോ ദർ ഈസ് എ കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ദ ഹിന്ദുസ് ആൻഡ് മുസ്ലിംസ്. ഓക്കെ, അപ്പൊ ഇതാണ് സിവിൽ ഡിസൊബീഡിയൻസിന്റെ ലിമിറ്റേഷൻ. ഇനി ഇത് മാത്രമല്ല, നമ്മൾ പാർട്ടിസിപ്പേഷൻ, അതായത് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റിന്റെ പാർട്ടിസിപ്പേഷൻ പറയുന്ന സമയത്ത് 1-2 ലിമിറ്റേഷൻസ് കൂടെ പറഞ്ഞുതരാം. ഓക്കെ,